അപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് വേണ്ടാന്ന് വെച്ചിട്ട് ചൗ മാനേജ്മെന്റിലേക്ക് എത്തി. എങ്ങനെയാ ഇപ്പോൾ മാർക്കറ്റൊക്കെ എങ്ങനെയാണ്? മാർക്കറ്റ് ഓരോ ദിവസം ഓരോ വിലയായിരിക്കും. പച്ചക്കറി അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. അത് ഇന്ന റേറ്റ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. രാവിലെ ഒരു മാർക്കറ്റ്, ഉച്ചയ്ക്കൊരു മാർക്കറ്റ്, വൈകിട്ടൊരു മാർക്കറ്റ്, അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ പണ്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത് വിൽക്കാൻ. ഒരു 500 കിലോ വിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ സാധ്യതകൾ വെച്ച് നമ്മളിങ്ങനെ അന്വേഷിച്ച് ഇന്നത്തെ ഒരു വിൽപ്പന നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. ഇന്നിപ്പോൾ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ ഒരു 25,000 കിലോ വേണമെങ്കിലും വിൽക്കാനുള്ള സാധ്യത ഉണ്ട്. വാഴക്കൊലനെക്കാട്ടും കൂടുതൽ വിൽക്കാം. എനിക്കൊരു വാഴക്കൊലക്കടയും കൂടെ ഉണ്ട്. അതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഇതിപ്പോൾ വിൽക്കാൻ കഴിയും. പിടിച്ചു. അതെ. അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് പിടിച്ച തന്നെയാണ്. അങ്ങനെ ഓരോ ഇപ്പോൾ അച്ചാറുകാർ തൊട്ട് എക്സ്പോർട്ടേഴ്സ് വരെ നമ്മുടെ കയ്യിൽ ഉണ്ട്. നിങ്ങൾ ആഴ്ചയിലാണോ എന്തായാലും 25 ഏക്കർ എല്ലാ ദിവസവും കയറ്റുണ്ടാവും? ഞങ്ങൾ ആഴ്ചയിൽ 7 ദിവസം ഉള്ളതിൽ 7 ദിവസവും നമ്മളിത് കയറ്റുന്നതാണ്. ഇപ്പം നമ്മൾ കച്ചവടം എന്ന നിലയ്ക്ക് നമ്മുടെ സ്വന്തം അല്ലാതെയും നമ്മൾ ഗൂഡല്ലൂരിൽ നമ്മുടെ അമ്മാവൻ വഴി നമ്മൾ ചൗ മേടിക്കുന്നുണ്ട് ലോഡ് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇതിന്റെ പണി നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു 500 കിലോ വിൽക്കാൻ ബുദ്ധിമുട്ടിയ സ്ഥലത്ത് ഇപ്പോൾ നമുക്കൊരു 1.5 ലക്ഷം കിലോ ആഴ്ചക്ക് വിൽക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ വയനാട്ടിൽ നമ്മൾ വാഴക്കൊല വിൽക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് നമുക്കിത് വിൽക്കാൻ സാധ്യതയുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവണം എന്നല്ല, ഞങ്ങൾ 8 വർഷം കൊണ്ട് ഉണ്ടാക്കിയ വിപണിയാണ് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് കയ്യിൽ വന്ന വിപണി അല്ല അത്. ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ബാംഗ്ലൂരുണ്ട്, മേട്ടുപ്പാളയമുണ്ട്, മൈസൂരുണ്ട്, പിന്നെ എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്നുണ്ട്, പിന്നെ ചെന്നൈ. അങ്ങനെ ഏത് മാർക്കറ്റാണ് നമുക്ക് അങ്കമാലി അച്ചാറുകാർക്കടക്കം നമ്മൾ കൊടുക്കുന്നുണ്ട്, കോഴിക്കോട് അച്ചാറുകാർക്ക് കൊടുക്കുന്നുണ്ട്, സിംകോ സൈക്കോ അങ്ങനെയുള്ള അച്ചാറുകാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഏതാണ് വിപണി, നമുക്ക് ഏതാണ് സൂട്ടബിൾ ആവുന്നത് അതനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും നമ്മൾ. ഈ കൊല്ലം എത്ര വിളവെടുത്തു? ഈ കൊല്ലം ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഏകദേശം 5 ലക്ഷം കിലോ ചൗച്ചോ നമ്മൾ പറിച്ചു കഴിഞ്ഞു, നമ്മുടെ സ്വന്തം മാത്രം. കഴിഞ്ഞ 4 മാസം കൊണ്ട് നമുക്ക് 25 ഏക്കറുണ്ട്. ശരാശരി 50 ടൺ വെച്ചിട്ട് നമ്മൾ ശരാശരി ഇവിടെ നമ്മുടെ സ്വന്തം തന്നെ പറിക്കുന്നുണ്ട്, അല്ലാണ്ട് വാങ്ങുന്ന വേറെയും. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിലയ്ക്ക് നമുക്ക് ഇങ്ങനെ തന്നെ കണക്ക് കൂട്ടി നോക്കാം. 10 രൂപ മാർജിൻ ആവറേജ് കിട്ടിയാൽ 50 ലക്ഷം രൂപേൻ്റെ കായ നമ്മളിപ്പോൾ പറിച്ചു കഴിഞ്ഞു ഓൾറെഡി. നമ്മുടെ ഒരു കണക്കും പ്രകാരം ഒരു 15 ലക്ഷം കിലോ നമ്മൾ സ്വന്തം പറിക്കും, വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ലെങ്കിൽ. 3 മാസം കഴിയുമ്പോൾ പൂടും, 4-ാം മാസം തൊട്ട് പൊട്ടിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ മാർക്കറ്റ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ തന്നെ എത്തിച്ചു കൊടുക്കുകയാണോ? അതെ. നമ്മൾ നമ്മുടെ വണ്ടികളിൽ ഡെലിവറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ടുള്ള വണ്ടികളുണ്ട്, അല്ലാണ്ട് വാടകയ്ക്ക് വിളിക്കുന്ന വണ്ടിക്കാരുണ്ട്, സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ അവരെ വണ്ടിയിൽ നമ്മൾ കയറ്റി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നു, മേട്ടുപ്പാളയം എല്ലായിടത്തും. അപ്പോൾ നമുക്ക് അതിൻ്റെ വാടക അടക്കം നമ്മളതിൽ ലെസ് ചെയ്യുന്നു മാത്രം. 3 രൂപ വാടക വരും നമുക്ക് ബാംഗ്ലൂർ എത്തിക്കാൻ, മേട്ടുപ്പാളയത്ത് 2 രൂപ വരും, മൈസൂർ എത്തിക്കാൻ 1.5 രൂപ വരും. അങ്ങനെ ഓരോ മാർക്കറ്റിനും ഓരോ രീതിയാണ്. അപ്പോൾ അത് കിഴിച്ചിട്ട് വേണം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്നുവെച്ചാൽ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർക്കൊക്കെ നല്ലോണം കച്ചവടമുണ്ട്, കേരളത്തിനകത്ത് തന്നെയും പുതിയ വിപണി ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആദ്യം തുടങ്ങിയ സമയത്ത് ഇത് ആരും ഉപയോഗിക്കില്ലായിരുന്നു, കേരളത്തിൽ ആരും ഉപയോഗിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളോട് ഇത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ പാളയം കോഴിക്കോട് മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്ന മനോജനേട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിക്ക് നമ്മളാണ് ആദ്യമായിട്ട് ഇത് കൊടുക്കുന്നത്. അന്ന് ഒരു 7 വർഷം മുന്നേ. അന്ന് ഇത് പുള്ളീൻ്റെ അടുത്ത് നമ്മൾ ധൈര്യം പറയത് വിറ്റിട്ട് തന്നാൽ മതി ചേട്ടായി എന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ പുള്ളി നമ്മൾ വിളിക്കുന്നുണ്ട്, കിട്ടാനുണ്ടോടാ, നമുക്ക് ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, കൊടുക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനപ്പോൾ നമ്മൾ ആദ്യം തൊട്ടുള്ള ഒരു ബന്ധമാണ് പുള്ളിയായിട്ട്. അപ്പോൾ ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നു.